കഴിച്ചായിരുന്നോ? അനുവേണ്ടി വരുന്ന വഴിക്ക് വാങ്ങിച്ചു തന്നു. അമ്മയ്ക്ക് എന്താ അച്ഛ ശരിക്കും പറ്റിയത്? എന്നെ സങ്കടപ്പെടുത്തണമെന്ന് കരുതിയാ എല്ലാരും അമ്മയ്ക്ക് തലവേദനയാന്ന് പറഞ്ഞെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന. അയ്യോ, എങ്ങനെ? പറയച്ചാ, എങ്ങനെയാ? അറിയില്ല മോളെ. ഇനി കുറച്ചു ദിവസത്തേക്ക് അമ്മയുടെ അടുത്ത് പഴയ പോലെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഡോക്ടർമാര് പറയുന്നതല്ലേ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. ആക്സിഡന്റില് അമ്മയ്ക്ക് ചെറിയൊരു മുറിവ് പറ്റി. തെറ്റ് ചെയ്യുന്നവരെല്ലാം അമ്മയുടെ ശത്രുക്കളാ മോളെ. നന്മ ചെയ്യുന്ന എല്ലാവർക്കും അമ്മയോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അവരുപദ്രവിച്ചതാണോ അമ്മേ? അവര് കത്തിയെടുത്ത് വീശിയപ്പോഴേ അമ്മയുടെ ദേഹത്തും ഉണ്ടു. അതിനുള്ള മരുന്ന് ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നേ. എന്നിട്ട് അമ്മയെ രക്ഷിച്ചതാരാ? ആരായിരിക്കും? അച്ഛൻ. മോളെ, ഇനിയിപ്പോ അമ്മ സുഖമായിട്ട് മുറിയിലേക്കൊക്കെ മാറാനേ കുറച്ചു ദിവസം പിടിക്കും. അതുകൊണ്ട് എന്റെ മോള് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. ശാരദ അമ്മ വരുമ്പോ എന്റെ മോള് വീട്ടിൽ പോണം. അപ്പോ അമ്മയ്ക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ? മോളെ, ഡോക്ടർ പറയുമ്പോഴല്ലേ അമ്മയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് അച്ഛന്റെ ഒപ്പം ഇവിടെ നിക്കട്ടെ അച്ഛാ? അത് വേണ്ട മോളെ. അച്ഛനിവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. അപ്പോ മോള് നിന്നാ അച്ഛൻ എങ്ങനെയാ ശ്രദ്ധിക്കുക? അമ്മ എന്റെ അടുത്തില്ല, അച്ഛനും എന്റെ അടുത്തില്ല. അമ്മയൊന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല. എനിക്കും എന്റെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് കാണണം. എനിക്ക് കാണണം അച്ഛാ. ആശാനെ ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്. വിഷ്ണു, എന്താ ചേച്ചി അമ്മയ്ക്ക് പറ്റിയേ? എന്താടോ ബെല്ലുണ്ടോ? കിട്ടുന്നില്ല സാറേ. ഈ ഭാമ ഇതോടെ പോയിരിക്കുക. വന്നിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയി ശാലിനോട് വിവരങ്ങളൊക്കെ അറിയായിരുന്നു. കാര്യങ്ങൾ തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ ആളുണ്ടാവേണ്ട ഈ സമയത്താ, അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടൊന്നുമല്ല. സാറേ, വിഷ്ണു കുഞ്ഞിന്റെ ഫോണിന് ബെല്ലുണ്ട്. ഇതാ. മക്കളെ, നീ ഇപ്പൊ എവിടെടാ? അവക്ക് പറ്റിയ ശാലി നോക്ക്. ഞാൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ട് അച്ഛാ. മയക്കമാണ്. ഞാനിപ്പോ അവളുടെ അടുത്താ. കുത്തുകൊണ്ടത് ആഴ്ത്തി തന്നെ അച്ഛാ. മക്കളെ, നീ അവിടെ ശാലിനോടൊപ്പം തന്നെ ഉണ്ടാവണം. എടാ, ഈ സമയത്ത് അവക്ക് കിട്ടേണ്ടതേ നിന്റെ പരിചരണവും സ്നേഹവും ഒക്കെയാണ്. എടാ, ഇവിടുത്തെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളൂടാ. അമ്മ അറിഞ്ഞായിരുന്നോ? ഇല്ല, പുറത്തെവിടെ പോയേക്കോ. വന്നു കഴിയുമ്പോഴേ ഞങ്ങളുണ്ടോ അങ്ങോട്ട് വരാം. അമ്മ വരൂ. എടാ,
വാശിയും വൈരാഗ്യവും ഒക്കെ ഈ സമയത്ത് അങ്ങനെ കാണിക്കാൻ പറ്റുമോ? എന്തായാലും ഭാമ ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ശരി അച്ഛാ, എന്നാ അങ്ങനെ ആവട്ടെ. ആ ശരിടാ, ശരിടാ. ഡോ, ഭാമിന്ന് വിളിച്ചു നോക്കടോ. വിളിക്കാം സാർ. ഡേ വന്നല്ലോ. പൊന്നി കുറച്ച് വെള്ളം കുടിക്കാൻ എടുക്ക. ഇതെവിടെ പോയതാ ഭാമേ? ഒരു വീടിന്റെ കാര്യത്തിനായിട്ട് പോയതോ, ഒന്നും നടന്നില്ല. പോയി അലഞ്ഞത് തന്നെ മിച്ചം. അല്ല, കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞായിരുന്നോ? ഇല്ല, എന്താ? നമ്മുടെ ശാലിനിക്ക് ഏതോ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായി. ഒരു കുത്ത് വയറ്റിൽ തന്നെ കൊണ്ടേക്കുന്നേ. ഇപ്പൊ ഹോസ്പിറ്റലാണ്. ഭാമേ, നമുക്കൊന്ന് പോണ്ടേ? അല്ല ഭാമേ, നീയൊന്നും പറഞ്ഞില്ല.